2015 16 ഇയോൺ എറ പ്ലസ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 80 ഓടിയിട്ടുണ്ട്. 2010 എസ്റ്റിലോ VXI പ്ലസ് ആണ്. ഇത് ലോൺ കിട്ടത്തില്ലല്ലോ? ലോൺ കിട്ടത്തില്ല. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് വണ്ടി 80 ഓടിയിട്ടുണ്ട്. എത്ര ഓടിയിട്ടുണ്ട്? ഇതൊരു 47 സംതിങ് ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. i20 സ്പോർട്സ് 2013 വണ്ടി 80,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. 2011 വാഗണർ റിലാക്സ്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്. ഫ്രണ്ട് ടയർ നല്ല വൃത്തിയുള്ള ടയർ കിടപ്പുണ്ട്. എന്തോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 70 ഓടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തോട്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് TVM കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വരുന്നത്. നമ്മൾ എല്ലാ മാസവും റെഗുലറായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. കഴിഞ്ഞ മാസം ചെയ്തിട്ടുമില്ല. അപ്പോൾ അതിൻ്റേതായ വണ്ടികൾ കയറിയിട്ടുണ്ട്. അത് 2 മാസത്തേക്കുള്ള വണ്ടികൾ കയറിയിട്ടുണ്ട്. അപ്പോൾ പുതുവർഷം പ്രമാണിച്ച് വണ്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല വില മാറ്റം വരുത്തിയിട്ടൊക്കെ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന അതിമനോഹരമായ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ വരാൻ താല്പര്യപ്പെട്ട് വണ്ടികൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പുതുവർഷത്തിൽ പുതിയൊരു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പോലും നമുക്ക് പുതിയതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വണ്ടി എടുത്ത് കുടുംബമായിട്ടൊക്കെ കറങ്ങാൻ പോകണമെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള നല്ലൊരു വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. 2009 മോഡൽ വാഗനർ ഡ്യൂ ആണ്. LPG കൂടി വരുന്നത്. കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നതാണ്? കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഒരു 70 സംതിങ് ഓടി. അതെ, ജെന്യൂൻ കിലോമീറ്റർ. സീറ്റ് കവേഴ്സ് പ്രത്യേകം ചെയ്തിട്ടില്ല. 2009 ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ടെസ്റ്റ് കഴിഞ്ഞ്. അപ്പോൾ റീപെയിൻറ്റ് പുതിയ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി ഇട്ടേക്കോ. ഓക്കെ, ബാക്ക് സൈഡൊക്കെ കാണാനൊക്കെ വൃത്തിയുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഡോർ പാഡ് നോക്കിയാലും 2009 ആണെങ്കിലും വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. റീപെയിൻറ്റ് ഫുള്ളായിട്ട് എന്തായാലും ചെയ്തെന്ന് തോന്നുന്നില്ല. ടച്ച് ആൻഡ് പോളിഷ് വന്നിട്ടുള്ളൂ അല്ലേ? അത്ര വന്നിട്ടുള്ളൂ. ബാക്ക് ടയർ, ആവറേജ് ടയർ, ഫ്രണ്ട് ടയർ റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും. എത്ര ചോദിക്കുന്നത്? 140. ലാസ്റ്റ് പ്രൈസ് ആണോ ഇത്? താഴെ ചെറിയ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർ. 2015 16 ഇയോൺ എറ പ്ലസ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 80 ഓടിയിട്ടുണ്ട്. 80. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്. ബാക്കി ആക്സിഡന്റ് ആയിട്ട് ആക്സിഡന്റ് അല്ല, തേങ്ങ എന്തോ അങ്ങനെ പോയതാ. ബോണറ്റ് ബമ്പർ ഒന്നും മാറിയില്ല? ബോണറ്റ് ബമ്പർ ഒന്നും മാറിയില്ല. ഫെൻഡറോ കാര്യങ്ങളൊന്നും മാറിയില്ല. ടൂഡോ പവറിൻ്റെ ആണ്. സ്റ്റിയറിംഗ് ആണെങ്കിലൊക്കെ നല്ല വൃത്തിയുള്ള സ്റ്റിയറിംഗ്. സാധാരണ ഈ ഹുണ്ടായുടെ വണ്ടികളുടെ മിക്കത് എടുക്കുമ്പം ആ സ്റ്റിയറിംഗ് ഭാഗമൊക്കെ വൃത്തിയായിട്ടായിരിക്കും. ഇത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കിലോമീറ്ററൊക്കെ ജെന്യൂൻ ആണേ? ജെന്യൂൻ കിലോമീറ്റർ. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ ടയർ നല്ല പുത്തൻ ടയർ. എത്ര ചോദ്യം? ഇത് 2 രൂപ. 2 രൂപ. 2 രൂപ ലാസ്റ്റ് പ്രൈസ് ആണോ? ചെറിയ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ചെറിയ രീതിയിൽ മാറ്റം വരും. 2010 എസ്റ്റിലോ VXI പ്ലസ് ആണ്. ഇത് ലോൺ കിട്ടത്തില്ലല്ലോ? ലോൺ കിട്ടത്തില്ല. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് വണ്ടി 80 ഓടിയിട്ടുണ്ട്. 80 ഓടി. സെക്കൻഡ് ഓണർ. നല്ല ടയർ. സെക്കൻഡ് ഓണർ. ഓക്കെ, സ്റ്റീരിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്കകം നോക്കിയാലൊക്കെ നല്ല വൃത്തിയുണ്ട് കാണാൻ. ഒന്നും കുഴപ്പമില്ല. നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇത് 2 ഡോറാണോ 4 ഡോറാണോ പവർ വിൻഡോ? ഇത് 4 ഡോർ പവർ വിൻഡോ, ബേക്ക് വൈപ്പർ എല്ലാം അന്നത്തെ ടോപ്പാണ്. അപ്പം ടോപ്പ് VXI. ഓക്കെ, വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ അതിൻ്റെതായ വൃത്തിയുണ്ട്. പിന്നെ ഇത്രയും 4 ഡോർ സ്പീക്കറും വരുന്നതാണ്. ആണ്. ഡോർ പാഡും ഒക്കെ കാണാൻ കൊള്ളാം. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതേപോലെ പെയിന്റ് പോയതായിട്ടും തോന്നുന്നില്ല. ഇല്ല, വണ്ടി ആ കളർ ഫെയ്ഡ് ആയിട്ടില്ല. കളർ വണ്ടി ടെസ്റ്റ് ഈ വർഷം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ വർഷമാണോ ടെസ്റ്റ്? 10ലാ ടെസ്റ്റ്. 10ാം മാസം. ഓക്കെ, ചോദ്യം എത്രയാ? ചോദ്യം 1.45. 1.45. കുറയോ? അഡ്ജസ്റ്റ് ചെയ്ത് തരാം. അത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ബാക്ക് ടയറും ഒക്കെ അത്യാവശ്യം നല്ല ടയറാണ്. ടെസ്റ്റിന് വേണ്ടിയുള്ള എല്ലാ ടയേഴ്സൊക്കെ പുതിയ അല്ലേ? വണ്ടി കഴിയുക കൊണ്ടുപോവുക അത്ര പരിപാടികൾ. 2007 മോഡൽ എസ്റ്റിലോ. ഇതും VXI പ്ലസ് ആണ്. അല്ല, VXI 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. ബേക്ക് വൈപ്പറും ഉണ്ട്. ഓണർഷിപ്പ് എത്രയാണ്?
ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. ഓക്കെ. എത്ര ഓടി? ഇത് 1 സംതിങ് ഓടിയിട്ടുണ്ട്. 1 സംതിങ് ഓടി. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. അകം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഏത് വർഷമെന്നാണ് പറഞ്ഞത്? 2007. ഡോർ പാഡും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. 2007 ആണെങ്കിലും തുരുമ്പ് കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 3 വർഷത്തെ പേപ്പറുണ്ട്. ഇനി 3 വർഷം പേപ്പറുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി ഓവറോൾ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുക. സീറ്റ് കവറൊക്കെ കൊള്ളാം, കീറിയിട്ടൊന്നുമില്ല. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ഏകദേശം പുതിയ ടയർ എന്ന് പറയാവുന്ന രീതിയിൽ ടയർ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 1.45? അല്ലല്ല, ഇത് 1 ലക്ഷം. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓ, മറ്റേ വണ്ടിയായിരുന്നു 1.45 ചോദിച്ചല്ലേ? ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാ? ഇല്ല, ലാസ്റ്റ് പ്രൈസ്. ഇത് ലാസ്റ്റ് പ്രൈസാണ്. ഡ്രൈവർ സൈഡിൻ്റെ ആയാലും ഡോർ പാഡൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. 2010 അൾട്ടോ LXi. ഓക്കെ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് വണ്ടി 80 സംതിങ് ഓടിയിട്ടുണ്ട്. 80 സംതിങ്. ടയേഴ്സൊക്കെ പുതിയതായിട്ട് മാറിയിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടയറുണ്ട്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ്. ഈ ഒരുവിധം വണ്ടി എല്ലാം സെക്കൻഡ് ഓണറാണല്ലോ. ഓണർഷിപ്പ് പഴയ വണ്ടി ആവുന്നുണ്ടായിരിക്കില്ലേ? വണ്ടിക്ക് അകമൊക്കെ വൃത്തിയുണ്ട്, നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. അതേപോലെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും വൃത്തികേടൊന്നുമില്ല, തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇങ്ങോട്ട് നോക്കിയാലും തുരുമ്പ് അങ്ങനെയുള്ളതൊന്നുമില്ല. അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എന്താണ്? ടെസ്റ്റ് വരുന്നത് 7-ാം മാസം. ഈ വരുന്ന 7-ാം മാസം. 10-ാം വണ്ടിയല്ലേ? 10 വണ്ടി. ഓക്കെ. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഈ ടെസ്റ്റ് ഇപ്പം എടുക്കുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും ഈ വണ്ടി? ഈ വണ്ടി ഒരു 1.30 കൊടുക്കാം. അപ്പം ടെസ്റ്റ് കഴിഞ്ഞാലോ? ടെസ്റ്റ് കഴിഞ്ഞാൽ അത് നോക്കും. ആ ടെസ്റ്റിൻ്റെതായ ഒരു ഇതുകൂടി വരും അല്ലേ? അപ്പം അതിന് ചൂട് പൈസയാവും. ഓക്കെ. 1.35? 1.30. 2015 VXi സ്വിഫ്റ്റ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. എന്തോടി? ഇതൊരു 70 സംതിങ് ഓടി. 70 സംതിങ് കിലോമീറ്റർ. ഈ 70 സംതിങ് എന്ന് പറയുമ്പം ജെന്യൂൻ കിലോമീറ്റർ, ഏകദേശം ജെന്യൂൻ കിലോമീറ്റർ ഒക്കെ തന്നെ. അതിൽ ഇച്ചിരി അങ്ങോട്ടൊക്കെ മാറും. അതായത് 80 കിടക്കത്തില്ലല്ലോ? ഇല്ല, 80 കിടക്കും. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വണ്ടി ഓവറോൾ കാണാൻ കൊള്ളാം. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോർഡ് പവർ വിൻഡോ ആണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡോർ പാഡൊക്കെ മിറർ ഫോൾഡിംഗ് ഉണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സ്, ബാക്ക് ടയറൊക്കെ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് 4.25. 4.25 എന്ന് പറയുമ്പോൾ അത് കുറയുമോ? അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ചെറിയ തോതിലുള്ള മാറി. ഇത് എത്ര രൂപ നമുക്ക് ഇറങ്ങാൻ പറ്റും? ഇതൊരു 1 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റും. 1 രൂപ. 5 വർഷമൊക്കെ ലോൺ കിട്ടത്തില്ലേ? 5 വർഷം കിട്ടുമല്ലോ. i20 സ്പോർട്സ് 2013 വണ്ടി, 80,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ഓണർഷിപ്പ് സിംഗിൾ. പെട്രോളോ ഡീസലോ? ഡീസൽ. സ്പോർട്ട് ഡീസൽ. എന്തോ ഓടിയെന്ന് പറഞ്ഞത്? ഇത് 80,000. 80,000 ജെന്യൂൻ കിലോമീറ്റർ. 6 ഗിയർ വരുന്നതാ. സ്പോർട്ട് 6 ഗിയർ. ഓക്കെ. വണ്ടി കാണാനൊക്കെ കൊള്ളാൻ വൃത്തിയുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ, അതേപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ രീതിയിൽ വണ്ടി കൊള്ളാം, സൂപ്പറാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 2.90 ചോദിക്കുന്നത്. 2.90. ഒരു 18-20 മൈലേജ് ഒക്കെ കിട്ടത്തില്ലേ? ഡീസലല്ലേ? ഡീസലാ. 80,000 കിലോമീറ്റർ എന്നുള്ള ജെന്യൂൻ തന്നെയാണ്. ജെന്യൂൻ ഹിസ്റ്ററി ഉണ്ട് വണ്ടിക്ക്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ്, ഡോറ്, ബമ്പറൊക്കെ ചെറുതായിട്ടൊന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. 2015 Go Plus. എത്ര ഓടിയിട്ടുണ്ട്? ഇതൊരു 47 സംതിങ് ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. സെക്കൻഡ് ടയേഴ്സ് ആണ്. നല്ല ടയറുണ്ട്. ബാക്ക് ടയർ ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. മാനുവലാണല്ലേ? മാനുവൽ വണ്ടി. എത്രാമത്തെ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് വേരിയന്റ് ഏതായിട്ട് വരും? വേരിയന്റ് 2 ഡോർ പവർ വിൻഡോ ആ രീതിക്കാണോ നിൽക്കുന്നത്? 2 ഡോർ പവർ വിൻഡോ. മാനുവലിയാ. ഓക്കെ. Go Plus ആണ്. 7 സീറ്റർ. ഓക്കെ, 7 സീറ്റർ ആണ്. വണ്ടിക്കകം കൊള്ളാം. വണ്ടിക്കകമൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊള്ളാം.
എത്ര ചോദ്യം? ഇത് 2.35. 2.35 ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ്. ഇതിൽ ഇനി ഒരു ബാർഗനിങ് ഇല്ല? ഇല്ല, വേറെ ചെറിയൊരു ഫാമിലിക്ക് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ 7 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, 5 സീറ്റർ ആയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. അതെ, നല്ല വണ്ടിയാണ്, നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. മൈലേജ് ഉള്ള വണ്ടി. ഡീസലോ പെട്രോളോ? പെട്രോൾ. i10 ആസ്ത ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കാണ്. ഓണർഷിപ്പ് എത്രയാ? ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഡൗട്ടാണ്, നോക്കണം. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ മൈലേജ് ഒക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് ഒരു 13 കിട്ടും, 13-14 കിട്ടും. ആ റേഞ്ചേ ഉള്ളൂ. വണ്ടി അടിപൊളി കേട്ടോ കാണാൻ. നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ വണ്ടിക്ക് നല്ല വൃത്തി മനയുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 4 പവറിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. ഒരു 13-14 മൈലേജ്. ബാക്ക് AC വെൻ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസ് ആണല്ലേ? അലോയ് വീൽസ് ആസ്തയാണ്. ടോപ്പ് എൻഡ് ആണ്, ഏറ്റവും ടോപ്പ്. ചുമ്മാ അല്ല, ഞാൻ ഇത്രയും കിടന്ന് പറയേണ്ട ആവശ്യമില്ല. ടോപ്പ് എൻഡ് എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. വണ്ടി ഓക്കെ, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദ്യം? 4.40. 4.40. പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, വണ്ടി ഓവറോൾ കാണാനുള്ള റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. 2015 ഇനോവ റീ ആണ്. ജി ഓപ്ഷനിൽ വരുന്ന റീ വണ്ടിയാണ്. നല്ല ടയേഴ്സ് ഉണ്ടോ? ഇല്ല, ആവറേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് ആദ്യം അതങ്ങ് പറഞ്ഞു. ഇത് 10.5 ചോദിക്കുന്നത്. 10.5. ഇത് എത്രാമത്തെ ഓണർഷിപ്പാ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. ഓണർഷിപ്പൊക്കെ ജെന്യൂൻ തന്നെയാണ്? ജെന്യൂൻ ആണ്. കാരണം കിലോമീറ്റർ നമുക്ക് ചെറിയ ഇതൊക്കെ ഉണ്ടാവും. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകം ഓവറോൾ കാണാനൊക്കെ വൃത്തിയുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു. ഫോർച്യൂണറിന്റെ അലോയ്സ് അടങ്ങും. ഫോർച്യൂണറിന്റെ അലോയ്സ് അടങ്ങും. ഓക്കെ, തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഡോർ പാഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെന്നെങ്കിൽ ഓക്കെ. ഇതിപ്പം കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടേക്കുമല്ലേ? കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടേക്കുക. ഓക്കെ, സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. ആ രീതിയിലൊക്കെ വണ്ടി കൊള്ളാം. അങ്ങനെ ടോപ്പ് നോക്കിയാലും AC വെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചെല്ലാം ഉണ്ട്. അതൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നത്. ഓക്കെ, ബാക്ക് ടയർ നല്ല ടയറുണ്ട് അല്ലേ? 4 ടയറും അടിപൊളിയാണ്. ഫ്രണ്ട് ടയർ അത്ര ഇല്ല. നീ ആരും പറഞ്ഞ എനിക്ക് കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ഇത് ഓക്കെ, നല്ല ടയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല. നല്ലൊരു അലോയ് വീൽസ് ഉണ്ട്. ആവറേജ്. ഓക്കെ, അത് ഓക്കെ. റീപ്ലേസ് ആയിട്ട് ഇത് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ജി ആണ്. അല്ല, റീപ്ലേസ് ഇല്ലെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. ഇത് ലോൺ സൗകര്യങ്ങൾ കിട്ടത്തില്ലല്ലോ? 2010 അല്ലേ? 10 ലോൺ സൗകര്യം കിട്ടത്തില്ല. അല്ലാതെ നോക്കി കഴിഞ്ഞാൽ 10.5 രൂപ അല്ലേ? 2013 മോഡൽ ഇയോൺ എറാ പ്ലസ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എന്താ ഓടിയിട്ടുണ്ട്? ഇത് 80 ഓടിയിട്ടുണ്ട്. 80. അത്യാവശ്യം നല്ല ടയേഴ്സ് ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ബാക്കി വരുമ്പം ആവറേജിന് താഴെ. ഇത് ഇച്ചിരി മോശം ടയറാണ്. ഈ ടയർ മാറി കൊടുക്കൂ. ടയർ മാറില്ല, നിലവിൽ കിടക്കുന്ന കണ്ടീഷൻ. 1.75 കിടക്കുന്ന കണ്ടീഷൻ. 1.75 ചോദ്യം. ഫൈനൽ പ്രൈസ് ആണ്. കുറയില്ല. ഓക്കെ, ഇതിൽ കൂടുതൽ ചോദിച്ചിരുന്ന വണ്ടിയായിരുന്നോ കഴിഞ്ഞ മാസങ്ങളിൽ അല്ലേ? നമ്മൾ വില അഡ്ജസ്റ്റ് ചെയ്തതാ, എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം ആയതുകൊണ്ടാണ്. 2 പവറിൻ്റെ ആണ്. അതേപോലെ അത്യാവശ്യം നല്ല പോഷായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഈ ടയറാണ് ഞാൻ പറഞ്ഞത്, മോശമായിട്ടുള്ള ടയർ മാറണം. റീപ്ലേസ് ആയിട്ട് വല്ലതും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. എറാ പ്ലസ് ആണ് മോഡൽ അല്ലേ? എത്ര? 1.75. ഞാൻ മറന്നുപോയി. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം. ഈ ടയർ ഒരുവിധം ടയറുണ്ട്, കുഴപ്പമില്ല. ഒരു ടയർ മാത്രം മാറണം, അത്രയേ ഉള്ളൂ. 2011 വാഗണർ റിലാക്സ്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്. ഫ്രണ്ട് ടയർ നല്ല വൃത്തിയുള്ള ടയർ കിടപ്പുണ്ട്. എന്തോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 70 ഓടിയിട്ടുണ്ട്. 70-നകത്തേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, സ്റ്റീരിയോ, 2 പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെയാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. വണ്ടി ഓരോ കാണാൻ കൊള്ളാം. 11 നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെ വണ്ടി കിടക്കുന്നത്. ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ കൊള്ളാം. ആ രീതിയിൽ അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതേപോലെ ഈ സൈഡ് നോക്കുകയാണെങ്കിലും തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല. അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. കളർ ഫേഡ് കാര്യങ്ങൾ അങ്ങനെയൊന്നും വന്നില്ല. ആ രീതിയിലെല്ലാം വണ്ടി അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എത്ര ചോദ്യം?
ഇത് 210. 210 കുറയോ? ഇല്ലല്ല, ലാസ്റ്റ് പ്രൈസ് ആയി. ലാസ്റ്റ് പ്രൈസ് 2025 കിട്ടത്തില്ല LXi. വിലയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് ലാസ്റ്റ് പ്രൈസ് ആക്കിയിട്ടേക്കും അല്ലേ? ഓക്കെ, അത് കുഴപ്പമില്ല, നല്ല വണ്ടി. 2010 മോഡൽ LXi വാഗനർ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് തേർഡാണ്. ഫ്രണ്ട് ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എന്തോ ഓടിയിട്ടുണ്ട്? ഇത് 65,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണ്. വണ്ടിക്കകം ഒക്കെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ. വണ്ടി വൃത്തിയായിട്ടുണ്ട്, ആ ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ പ്രശ്നം. അതെ അതെ അതെ, ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഏത് വർഷമായിരുന്നു? 10. ഓക്കെ, 2010 ആണെങ്കിലും വണ്ടി കാണാനൊക്കെ വൃത്തിയും മനയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഡോർ പാഡൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. തുരുവ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. റീപ്ലേസ്മെൻറ്റ്സ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ബാക്ക് സൈഡൊക്കെ വൃത്തിയാണ്. ഈ 2010 എന്നുള്ളതിൻ്റെ ഒരു പഴമയുടെ സീറ്റ് കവർ അതങ്ങനെ കാണാറുണ്ട്. ആദ്യത്തെ സീറ്റ് കവറൊക്കെ തന്നെ ആയിരിക്കും. ആ സീറ്റ് അത്രയ്ക്ക് നീറ്റായിട്ട് അവർ യൂസ് ചെയ്യും. അതിൻ്റേതായ ഒരു പഴമയുണ്ട്, അല്ലാതെ വേറെ പഴക്കോ ദോഷങ്ങളൊന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 170. 170 ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ്. പിന്നെ എന്തെങ്കിലും കുറയോ? വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറയോ? ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ, അപ്പം നല്ല ടയേഴ്സ് കാര്യങ്ങൾ, എല്ലാ ടയറും നല്ല ടയർ കിടപ്പുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ 4 ടയേഴ്സും നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഉടനെ ഒന്നും അത് മാറേണ്ടി വരത്തില്ല, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അല്ലാതെ നോക്കി കഴിഞ്ഞാൽ ബോഡിയൊക്കെ ആണെങ്കിലും സംഭവം നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. വേറെ പാകപ്പഴകളൊന്നും കാണുന്നില്ല. ഈക്കോ 2024 മോഡൽ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 24 വണ്ടിക്ക് സിംഗിൾ ഓണർഷിപ്പ്. 24 വണ്ടി. ഓക്കെ, എന്ത് ഓടിയിട്ടുണ്ട്? എന്ത് ഓടിയിട്ടുണ്ട്? വണ്ടി 200 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 200-നകത്ത്. 200-നകത്തോ? അത് ഷോറൂമിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു. അതെ. പിന്നെ എന്തിനാണ് വണ്ടി എടുത്തത്? പിന്നെ എന്തിനായിരിക്കും വണ്ടി എടുത്തേന്നേ? പുത്തൻ വണ്ടി. ഇത് ഞാൻ ഇനി എന്ത് പറയാനാണ്? പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ പോകുന്നവർക്ക് അതെ പറ്റിയ വണ്ടിയാണ്. പുത്തൻ വണ്ടി കണ്ട, 5 സീറ്റർ. ഇതിനകത്ത് ക്വാളിറ്റിയെ പറ്റി പറയേണ്ട ആവശ്യങ്ങളില്ല എന്നുള്ളതാണ്. വീട്ടിൽ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. അതെ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ക്വാളിറ്റിയെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം ഫ്രഷ് വണ്ടി ആവുന്നതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല. വേണ്ട, വണ്ടി കണ്ടോളൂ. ഇത് എത്ര ചോദിക്കുന്നത്? ഇതാ 585. 585 അഡ്ജസ്റ്റ് ചെയ്ത് തരാം. അതിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളുണ്ട്. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാം. കാരണം നമ്മൾ ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റായിട്ട് കുറച്ചിട്ടേക്കാണ്. ഓക്കെ, അത്ര ഓടി ഒരു ടയർ റീപ്ലേസ് ഉണ്ടോ എന്ന് ഇത് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. 200 കിലോമീറ്റർ അതായാലും മതി റീപ്ലേസ് വരാൻ. പക്ഷേ എന്നാലും അതൊരു മര്യാദ അല്ലാത്തതുകൊണ്ട് ചോദിക്കുന്നില്ല. പുത്തൻ വണ്ടി എടുക്കണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് ദാണ്ട് കിടക്കുന്നത് 200 കിലോമീറ്റർ മാത്രം ഓടിയ ഏറ്റവും പുതിയ വണ്ടി, പക്കാ കണ്ടീഷൻ. ഓക്കെ, ഇത് ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓൺ കയറുമോ? ഓടിയിട്ടേ ഇല്ലല്ലോ, അതാ ഞാൻ ചോദിച്ചാൽ ഫുൾ ഓൺ കയറുമെന്ന്. ഓക്കെ, വണ്ടി ഓവറോൾ അടിപൊളി. ഒരു പൊട്ട് സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടി. അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം. 2021 മോഡൽ ഗ്ലാൻസ. 21? എന്ത് ഓടിയിട്ടുണ്ട്? എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 40 കിലോമീറ്റർ ഓടി. ജെനുവിൻ കിലോമീറ്റർ കാണാൻ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. പുഷ് ബട്ടൺ വരുന്നതാണ്. അത് ടോപ്പാണ്. അപ്പോൾ ഇത് അതിൽ തൊട്ട് താഴെയുള്ള താഴെയുള്ള 2 ഓപ്ഷൻ എന്തോ 3 ഓപ്ഷൻ എന്തോ ഉള്ളൂ. ഓക്കെ. അല്ല, പുഷ് ബട്ടൺ കണ്ടപ്പോൾ ഞാൻ ടോപ്പാന്ന് വിചാരിച്ചത്. ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 40 ഓടിയുള്ളൂ, വലിയ ഇതില്ല. ഫസ്റ്റ് ടയർ തന്നെ അടക്കണം അല്ലേ? ഫസ്റ്റ് ടയറാണ്. നല്ല വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദ്യം? ഇത് 675. 675. ഓക്കെ. 2020 മോഡൽ അർബൻ ക്രൂസർ. 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. 28 ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. ജെനുവിൻ കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. ഫാൻസി നമ്പരൊക്കെയാണ്. എത്ര നമ്പർ? 4884. 4884. ഓക്കെ. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യമൊക്കെ ഇത് ഉള്ളതല്ലേ? ഇത് കമ്പനി തന്നെ. ഈ ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പ് വേരിയൻ്റ് ആണ്. ഓക്കെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന ടോപ്പ് വേരിയൻറ്റ്. പുഷ് ബട്ടണും കാര്യങ്ങളൊക്കെയാണ്. ഈ വണ്ടി കാണാൻ കൊള്ളാം, വൃത്തിയൊക്കെ ഉണ്ട്. പുത്തൻ വണ്ടി. ഡോറ് പാട് വിട്ടൊക്കെ തന്നെ തുടക്കുന്നുണ്ട്. പുത്തൻ വണ്ടി തന്നെ സംബന്ധിച്ച്. ഓക്കെ, ടയേഴ്സ് കാര്യങ്ങൾ, ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ചോദ്യം എത്ര? ചോദ്യം 890. 890. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. WRV 2018 മോഡൽ വണ്ടി. ഡീസലാണ്. ഡീസൽ.
ഓക്കെ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 80 ഓടിയിട്ടുണ്ട്. 80. ആവറേജ് 22 മൈലേജ് വരുന്ന വണ്ടിയാണ്. നല്ല മൈലേജാണ്. ഓ, ഡീസൽ ആയണ്ടല്ലേ? ഹോണ്ടയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ, മൈലേജിൽ ഡീസൽ വണ്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മൈലേജ് സെറ്റാണ്. ഡുവൽ ടോൺ ആണല്ലേ? ഡുവൽ ടോൺ. ഡുവൽ ടോൺ ചെയ്തതാണ്, കസ്റ്റമർ ചെയ്തതാണ്. റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ബാക്ക് ആവറേജ് ടയേഴ്സ് തന്നെ കിടപ്പുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നല്ല വൃത്തി നീറ്റായിട്ടും തന്നെ കിടക്കണേ. മാനുവൽ ആണല്ലേ? മാനുവലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഫോർഡോ പവർ ഉണ്ട്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ലൊരു സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിലൊക്കെ ഉള്ളത്. എത്ര ചോദിക്കുന്നത്? ചോദ്യം എത്ര? ചോദ്യം 6.35. 6.35. എത്ര രൂപ നമുക്കിത് ഇറക്കാൻ പറ്റും? 1 രൂപ കൊണ്ട് ഇറങ്ങും. 2022 മോഡൽ എർട്ടിഗ ZXi പ്ലസ് ആണ്. ഹൈബ്രിഡാണ്. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർ. എന്താ ഓടിയിട്ടുണ്ട്? ഇത് 28-നകത്തെ ഓടി. 20-നകത്തെ 28-നകത്തോ ഓടിച്ചോളൂ. കറക്റ്റ്. ഡോക്ടർ യൂസ് വണ്ടിയാണ്. ഡോക്ടർ യൂസിനൊന്നും പ്രാധാന്യം ഇല്ല. ഡോക്ടർ യൂസ് വണ്ടിയാണ്. ഡോക്ടർ യൂസ് വണ്ടിയാണ്. സീറ്റ് കവർ പോലും പൊടിച്ചിട്ടില്ല. അല്ല, 28 ഓടിയിട്ടും സീറ്റ് കവർ പൊടിച്ചിട്ടില്ല. വേറെയും വിശ്വസിക്കൂടെ? 28-നകത്തെ ഓടിയിട്ടുള്ള വണ്ടി. അതാ പറഞ്ഞേ. ഇത്രയും ഓടുമ്പോൾ എന്തായാലും അതൊക്കെ പൊളിച്ച് കളയാമല്ലോ. ഓക്കെ. വണ്ടി ഓവറോൾ കാണാൻ കൊള്ളാം. ഫോർഡ് പവറിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എർട്ടിഗ എടുക്കാൻ പോകുന്നവർക്ക് അത്യാവശ്യം നല്ല വണ്ടിയാണ്. അതാണ്. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സീറ്റ് കവർ പൊട്ടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ. സീറ്റിലൊന്നും വലിയ അഴുക്കില്ല. പക്ഷേ ഈ ബാക്ക് സൈഡിൽ സീറ്റിൽ അഴുക്കുണ്ട്. അതവർ പൊട്ടിച്ചു. അതിൻ്റേതായ അഴുക്ക് അതിനകത്തുണ്ട്. വെള്ള സീറ്റ് കവറും കൂടി ആയതുകൊണ്ടേ. ബാക്ക് ടയേഴ്സ് എല്ലാം ആവറേജ് ഒരു 28 ഓടി. ആ ഫസ്റ്റ് ടയർ തന്നെ കിടക്കണേ. എത്ര ചോദിക്കുന്നത്? ഇത് 10.75. ഇറങ്ങിയപ്പോൾ ഇതിന് എന്താ വില ഉണ്ടാവും അറിയാമോ? ഇത് 15-16 ഉണ്ടാവും. ആ റേഞ്ച് വരും. പെട്രോളാ ഡീസലാ? പെട്രോൾ. ഡീസൽ വണ്ടി ഇല്ലല്ലോ. 15-16 അത്രയല്ലേ മൈലേജ് ആണോ? ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് ആകുമ്പോൾ മൈലേജ് കൂടുതലേ. ഓക്കെ. ഒരു 17 തന്നെ കിട്ടും. ഓക്കെ. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടൊന്നും ഇല്ലല്ലോ? അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ചെറുതും വലുതും എല്ലാ ടൈപ്പ് വണ്ടികളും ഞാൻ കാണിച്ചു. എർട്ടിഗ, അതർ സ്റ്റേറ്റ്, ഇന്നോവ നോക്കുന്നവർക്ക് ഇന്നോവ അടക്കമുള്ള വണ്ടികൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ ഒരു കാര്യമുണ്ട്. ഇത് അവസാനം വരെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കുക. കാരണം എല്ലാവരും സ്കിപ്പ് ചെയ്തായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ കേട്ടെന്ന് വരത്തില്ല. ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെങ്കിലും ശ്രദ്ധിക്കുക. വണ്ടി എടുക്കാൻ വരുമ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്നൊന്ന് മെൻഷൻ ചെയ്തേക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിലൊക്കെ തരുന്ന വണ്ടികളുടെ വിലകളെന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾ വിളിച്ച് ചോദിക്കാൻ താല്പര്യപ്പെടുന്ന രീതിയിലുള്ളൊരു വിലയായിട്ടാണ് ഒരുവിധപ്പെട്ട എല്ലാ കടക്കാരും പറഞ്ഞു തരുന്നത്. എന്നിട്ടും വില കൂടുതലെന്നുള്ളത് നിങ്ങൾ വിളിക്കത്തുമില്ലല്ലോ. പക്ഷേ നിങ്ങൾക്ക് ബോധിക്കുന്ന ഒരു വിലയുള്ള വണ്ടികളുടെ കട, അതായത് ഇപ്പോൾ ഈ കടയിൽ ഞാൻ എടുത്ത ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ലപോലെ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ വില നിങ്ങൾക്ക് ബോധിച്ചിട്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ചു. ഓക്കെ, നിങ്ങൾ അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തയ്യാറായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ വന്ന് നിങ്ങൾ വണ്ടി കാണുമ്പം അവർ ഈ വണ്ടിയുടെ വില എത്രയാണെന്ന് നോക്കിയാൽ ചിലപ്പം അതിന് ഇവിടെ ഇട്ടേക്കുന്ന ഒരു വിലയായിരിക്കും പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സനൂപിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഏത് യൂട്യൂബറിൻ്റെ വീഡിയോ ആണോ ആ യൂട്യൂബറിൻ്റെ പേര് പറഞ്ഞ് തന്നെ വരിക. ആ ചാനൽ കണ്ടിട്ട് വരികയാണ്, അതിനകത്ത് ഇത്ര രൂപയാണ് പറഞ്ഞേക്കുന്നത്, അതിൽ നിന്ന് എന്തെങ്കിലും കുറയുമോ എന്നുള്ള രീതിയിലേ ചോദിക്കാവൂ. അല്ലെങ്കിൽ ഇവർ ആദ്യമേ ഇവിടെ വരുന്ന വോക്കിംഗ് കസ്റ്റമേഴ്സിന് വരുന്ന ഒരു വിലയായിരിക്കും നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ വീഡിയോ പറഞ്ഞ വില ഒന്ന് നിങ്ങൾ പിന്നെ വന്നപ്പോൾ വേറൊരു വില പറഞ്ഞാൽ മതി, എന്നെയും അവരെയും ചെയ്ത് വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ആദ്യം നിങ്ങൾ മെൻഷൻ ചെയ്യുക നിങ്ങൾ ഇന്ന വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അവർക്കും ബോധ്യമുണ്ട് ഇപ്പോൾ ഇത്ര രൂപയാണ് നമ്മൾ പറഞ്ഞേക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും കാണിച്ചു തന്നു എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇപ്പം കുറച്ച് വ്യൂ ഒക്കെ കുറവാണ്. അത്യാവശ്യം ഞാൻ വില കുറഞ്ഞ വണ്ടികളും വില കൂടിയ വണ്ടികളും ഈ രണ്ടും കൂടി മിക്സ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഞാൻ കൊണ്ട് തരുന്നുണ്ട്. അപ്പം പോയ കടകളും പോകാത്ത കടകളും ഒക്കെ ഞാൻ കഷ്ടപ്പെട്ടെടുത്ത് തരുമ്പോൾ നിങ്ങളത് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങൾക്ക് കണ്ട് ബോധിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള വണ്ടികൾ കാണാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടിയൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഈ ന്യൂ ഇയർ തുടങ്ങി അങ്ങോട്ട് വില കുറഞ്ഞ വണ്ടിയുടെ ചെയ്തിട്ട് പോലും അങ്ങോട്ട് കയറുന്നില്ല എന്നാണ് എൻ്റെ പേഴ്സണലി ഉള്ളൊരു ഒപ്പീനിയൻ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരോ വീഡിയോകൾ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകും. നമ്മൾ പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന വീഡിയോയ്ക്കും വാച്ച് ഓവറും വരുന്നില്ല, വീഡിയോസ് ക്ലിക്കാവുന്നില്ല എന്നുണ്ട മാനസികമായിട്ട് നമ്മളും വിഷമം വരും. കാരണം നമ്മൾ അത് യൂട്യൂബറായിട്ട് പോയി എന്നെ നേരി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ഞാൻ എന്താണ് പറഞ്ഞത്. ഈ വെട്ടപ്പളയെ വെളിയെടുത്ത് നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടെടുത്തിട്ട് അതിനൊരു പ്രയോജനം വരുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു വിഷമം. അത്രയും ഞാൻ പറഞ്ഞോളൂ. ട്രോളാൻ വരണ്ട, ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ കാണുന്നവർ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ ആ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ ന്യൂ ഇയറിലെ അടുത്തടുത്തുള്ള വീഡിയോകൾ ചെയ്തു വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.